ഗോപാലകൃഷ്ണൻ, നിങ്ങൾ ആരിഫ് മുഹമ്മദ് ഖാനെ കോഴിക്കോട് സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കുന്നുണ്ടോ? അദ്ദേഹം മിഠായി തെരുവിൽ പോകുന്നു, ജിലേബി കടയിൽ കയറുന്നു, ഹൽവ കടയിൽ കയറുന്നു, ഹൽവ കഴിക്കുന്നു, വഴിക്കൂടെ പോകുന്ന കൊച്ചുങ്ങളെ എടുത്ത് ഒക്കത്ത് വെക്കുന്നു. സാധാരണ തെരഞ്ഞെടുപ്പിന് മുൻപാണ് ഇങ്ങനെയൊക്കെ കാണാറ്. വല്ലാത്ത വിഷമമുണ്ടല്ലേ? ഒരു പഴയ SFIക്കാരൻ്റെ രോദനം മാതിരിയുണ്ട്. അല്ല, എനിക്ക് വിഷമമൊന്നുമില്ല, തമാശയല്ലേ? കുഴപ്പമില്ല, രോദിക്കുന്ന നല്ല അല്ല, തമാശ അല്ല. ഞങ്ങൾക്ക് പഴയ SFIക്കാരൻ്റെ രോദനത്തിൻ്റെ ഒരു ഈണമാണ് കേൾക്കാൻ കഴിയുന്നത്. വാസ്തവത്തിൽ താങ്കളുടെ ഇൻട്രോയിൽ ഗവർണർക്ക് വിദ്യാർത്ഥികൾ ഒരു ഭാഗത്തെന്ന് പറഞ്ഞു. നിങ്ങളുടെ ഇൻട്രോ തെറ്റാണ്. വിദ്യാർത്ഥികൾ ഒരു ഭാഗത്തല്ല, SFI വിദ്യാർത്ഥികൾ ഒരു ഭാഗത്താണ്. SFI വിദ്യാർത്ഥികൾ ഒരു ഭാഗത്ത് എന്ന് പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടി പറയണം. നിങ്ങൾ പറഞ്ഞല്ലോ എന്താ നിങ്ങളുടെ ഈ SFI വിറപ്പിച്ചോ എന്നാണ് നിങ്ങളുടെ ചോദ്യം. SFI വിറപ്പിച്ചോ അതോ SFI വിറച്ചോ? ഇത് ഈ നാട്ടിലെ ജനങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. പഴയ പോലെ നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞാലൊന്നും വിശ്വസിക്കുന്ന കാലമല്ല. വാസ്തവത്തിൽ അക്ഷരാർത്ഥത്തിൽ നമ്മുടെ സിനിമയിൽ പറയില്ലേ, ഇന്നസെൻ്റ് പറയില്ലേ, അതേപോലെ അക്ഷരാർത്ഥത്തിൽ SFIക്കാർ, ആ ആർഷോ അടക്കമുള്ള SFIക്കാരെ മൂക്കുകൊണ്ട് ഖായ് ഖ ng എന്ന് ഉത്തരേന്ത്യക്കാരനായ ഉത്തർപ്രദേശുകാരനായ ഒരു ഗവർണർ വരപ്പിച്ചു. എന്താണ് പ്രഖ്യാപനം? എന്തായിരുന്നു? കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസിൽ ഗവർണറെ കാലുകുത്തിക്കില്ല. ഗവർണർ കാലുകുത്തി. ഞങ്ങളിവിടെ മുഴുവനും ഗവർണർക്കെതിരെ പ്രതിഷേധത്തിൻ്റെ ബാനർ നിറച്ചു വെക്കും. ബാനർ ഊരിപ്പിച്ചു. അത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, നിങ്ങളിതെല്ലാം ചെയ്യുന്നത് പോലീസിൻ്റെ അകമ്പടിയോട് കൂടിയിട്ടാണ്. പോലീസ് വേണ്ടാന്ന് വെച്ചു. എന്നിട്ട് നേരെ അങ്ങ് മിഠായി തെരുവിലേക്ക് പോയി. ജനങ്ങളെ കണ്ടു. ജനങ്ങൾ അദ്ദേഹത്തിന് മിഠായി കൊടുത്തു. ജനങ്ങൾ അദ്ദേഹത്തിന് ഷെയ്ക്കാൻഡ് കൊടുത്തു. മിഠായിയൊക്കെ തരും. നല്ല സ്നേഹമുള്ള ആൾക്കാരാണ്. ഈ 1000 പോലീസുകാരുടെ അകമ്പടിയോട് കൂടി യൂണിവേഴ്സിറ്റിയിൽ പോയി ഒരു ഗസ്റ്റ് ഹൗസിൽ താമസിച്ചു. പിന്നെ ബാനർ അഴിപ്പിച്ചു. ഇതൊക്കെ വലിയ ഹീറോയിസ് ആയിട്ട് താങ്കൾക്ക് തോന്നും. അപ്പോൾ എനിക്കതിൽ കുഴപ്പമൊന്നുമില്ല. ഇതിപ്പോൾ നമ്മൾ സിനിമയിൽ കീലേരി അച്ചുവിൻ്റെ ഷോ ആയിട്ട് തോന്നുന്ന ആൾക്കാരും ഉണ്ടാവും. ഇതൊക്കെ ആളുകളെ അനുസരിച്ചിരിക്കും ഈ കാഴ്ചപ്പാട്. ഞാനൊന്ന് പറഞ്ഞ് തീർന്നോട്ടെ, എന്നിട്ട് നിങ്ങൾ പറയുന്നതല്ലേ ഒരു മാന്യത. ഒന്ന് വെയിറ്റ് ചെയ്യേ. ഇങ്ങനെ ഈ ആർഷോയ്ക്ക് ഇല്ലാത്ത വികാരം, ഈ വികാരം എനിക്ക് ഭയങ്കര തമാശയാണ്. അത് മനസ്സിലായി. ഞങ്ങൾ ഈ കേരളത്തിലെ ജനങ്ങൾക്ക് ഇത് വളരെ തമാശയായിട്ടാണ് തോന്നിയത്. കാരണം വാസ്തവത്തിൽ കേരളത്തിൽ ഒരു നവകേരള യാത്ര കേരളത്തിലെ ജനങ്ങൾ കണ്ടത് ഇന്നാണ് മിഠായി തെരുവിൽ. ഇതാണ് യഥാർത്ഥത്തിലെ നവകേരള യാത്ര. യഥാർത്ഥ നവകേരള യാത്ര. ജനങ്ങൾ വരുന്നു, കാണുന്നു, സംസാരിക്കുന്നു, ജനങ്ങളുമായിട്ട് ഇടപഴകുന്നു, ജനങ്ങൾ ഉമ്മ വെക്കുന്നു, കൈ കൊടുക്കുന്നു, മിഠായി കൊടുക്കുന്നു, ജനകീയമായി പോകുന്നു. പരാജയപ്പെട്ടില്ലേ? പോലീസിൻ്റെ അകമ്പടി ഒന്നും വേണ്ടാന്ന് പറഞ്ഞ് പോയില്ലേ? അപ്പോൾ ഇപ്പുറത്തോ ഇന്നലെ കാലുകുത്തിക്കില്ല, ഗവർണറെ കാലുകുത്തിക്കില്ല. ഗവർണർ ഇങ്ങോട്ട് വരുന്ന വഴിയിൽ പ്രകടനം നടത്താതെ അങ്ങോട്ട് പോകുന്ന വഴിയിൽ പ്രകടനം നടത്തി. അപ്പോൾ ഗവർണർ നേരെ ഇങ്ങോട്ട് വന്നു. ഇന്ന് ഗവർണർ നേരെ വരാൻ മിഠായി തെരുവിൽ പോയപ്പോൾ അവിടെ ഒരു പ്രകടനവും കണ്ടില്ല. അത് കഴിഞ്ഞ് ഗവർണർ വീണ്ടും ക്യാമ്പസിൽ വന്നപ്പോൾ ആ ഭാഗത്തൂടെ ഈ ഭാഗത്തൂടെ കുറേ ആളുകൾ ഇരച്ചു കയറാൻ വന്നു. എൻ്റെ പൊന്നു ചങ്ങാതി, നാണക്കേടായി പോയില്ലേ? വാസ്തവത്തിൽ നാണക്കേടെന്ന് പറഞ്ഞാൽ ഖായ്ക്ക ngā എന്ന് പറഞ്ഞ് SFIക്കാരെ കൊണ്ടിങ്ങനെ മൂക്കിൽ ഇച്ഛ വരപ്പിച്ചില്ലേ ആ മനുഷ്യൻ? വാസ്തവത്തിൽ നാണക്കേടില്ലേ? SFIക്ക് അപമാനഭാരം കൊണ്ട് തല കുനിക്കാൻ പറ്റാത്ത അവസ്ഥ. വല്ലാത്ത അങ്ങേയറ്റത്തെ തല, എന്താ പറയാ, ഞാൻ പറയാൻ എനിക്ക് വാക്കില്ല. ആ രീതിയിൽ നാണം കെട്ടുപോയില്ലേന്ന് ഈ SFIക്കാർ. അല്ല, ഞാനൊന്നും പറഞ്ഞു തീർന്നോട്ടെ, അത് കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് നിർത്താം, അതായിരിക്കും നല്ലത്. അപ്പോൾ എനിക്ക് വാസ്തവത്തിൽ ഒരു കാര്യം പറയാനുള്ളത് എന്താ അറിയോ? ഈ ഗവർണറെടുത്ത്, അത് നമ്മുടെ റഹീമുണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാൻ പറയണേ, ഈ ഗവർണറെടുത്ത് വെറുതെ വേഷം കെട്ട് കാണിക്കാൻ പോവാതിരിക്കാൻ നല്ലത്. കാരണം ഈ പങ്കായം കണ്ടപ്പം ഒരു പ്രത്യേക ആക്ഷൻ ഇട്ടിട്ട് ഓടിപ്പോയ ചില ഇരട്ട ചങ്കോ ഒറ്റ ചങ്കോ ഉള്ള ആൾക്കാരിൽ പെടുന്ന ആളല്ല ഇയാൾ. പ്രത്യേക ആക്ഷൻ കണ്ടാൽ, ബ്രണ്ണനിലെ പ്രത്യേക ആക്ഷൻ കണ്ടാൽ അങ്ങനെയൊന്നും പേടിക്കില്ലെന്ന്. കാരണം ഈ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയിരുന്ന പിണറായി വിജയൻ ഒരു തൊഴിലാളിയെ വെട്ടിക്കൊന്ന് കടാര ഉയർത്തിപ്പിടിച്ച് ഞാൻ ധീരനാണെന്ന് പറഞ്ഞിരിക്കുമ്പോൾ ഈ ക്രിമിനലുകളെയൊക്കെ ജയിലിൽ കൊണ്ട് നിറയ്ക്കാവുന്ന വകുപ്പ് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി ആയിരുന്നു ഈ മനുഷ്യൻ. ആ മനുഷ്യൻ ഉത്തർപ്രദേശിൽ നിന്ന് വന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് കാണിച്ചു കൊടുത്തു CPM-നെ SFIയെയും എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്ന്. ഇതിൽ കൂടുതൽ നാണക്കേട്
വാസ്തവത്തിൽ വരാനില്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. ഒരുപക്ഷെ പഴയ SFI കാരൻ എന്ന നിലയിൽ താങ്കൾക്ക് ചിരി വരുന്നുണ്ടാവും. പക്ഷെ നാട്ടിലെ ജനങ്ങൾ കേരളത്തിലെ ഒരു പൗരൻ എന്നുള്ള നിലയിൽ, ഇന്ത്യയിലെ ഒരു പൗരൻ എന്നുള്ള നിലയിൽ ചിരി വരികയാണ്. ചിരിച്ചോട്ടെ സാർ, അങ്ങയുടെ അനുവാദം കൊണ്ട് എനിക്ക് ചിരിക്കായിരുന്നു. അതെ വാസ്തവത്തിൽ ഒറ്റ മിനിറ്റ് ഒരു വാക്കുകൂടി പറഞ്ഞാൽ നിർത്താം. വാസ്തവത്തിൽ ആളുകൾ ഏറ്റവും കൂടുതൽ ചിരിക്കുന്നത് ജട്ടിയും മുലപ്പാലും കൊടുത്ത് താരാട്ടുപാടി ആർഷോയെ അങ്ങനെ പോലീസുകാർ കൊണ്ടുപോകുന്ന കണ്ടപ്പോൾ ഞങ്ങൾ ചിരിച്ചു. യഥാർത്ഥത്തിൽ ജനങ്ങൾ ചിരിച്ചത് ഇന്നലെയാണ്. കാരണം മുലപ്പാല് കൊടുക്കുന്നു, ജെട്ടി കൊടുക്കുന്നു, മോനെ ആർഷോ എന്ന് പറഞ്ഞ് താരാട്ട് പാടുന്ന പോലീസുകാരൻ. ഇയാളെ പോലീസില് പിടികിട്ടാ പുള്ളിയാ, പോലീസ് അറസ്റ്റ് ചെയ്യേണ്ട ആളാ, പിടികിട്ടാ പുള്ളിയാ. പോലീസ് ഇങ്ങനെ താരാട്ട് കൊണ്ടുവന്നു, ജനങ്ങൾ ചിരിച്ചു സന്തോഷമായിട്ട്.